നമ്മൾ കുറച്ച് നാൾ മുമ്പ് പെറ്റ് ഷോപ്പിൽ നിന്ന് അസോള വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പല ടാങ്കുകളിലായിട്ട് അത് ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ അസോളയിൽ കുറച്ച് ഭാഗം നമ്മൾ ഈ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ പ്ലാറ്റുകളെ വളർത്തുന്ന ഒരു ടാങ്കാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള ചെടികൾ കാണാൻ പറ്റും. മണി പ്ലാന്റ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ തിക്കായിട്ടാണ് കാണുന്നത് സാൽവീനിയാണ്, വലിയ സൈസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഈ കാണുന്നത് സാൽവീനിയാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു PVC സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ. അതിനകത്തേക്കും ഈ സാൽവീനിയ സ്പ്രെഡായി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മൾ അസോള ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ അസോള നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് വളരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ ലൊക്കേഷനിലും കിട്ടുന്ന സൺലൈറ്റ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിൽ വരുന്ന ന്യൂട്രിയൻസ്, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇട്ട ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത്. നമ്മളെല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടത്. ടാങ്കിൻ്റെ ഈ കോർണറിലാണ് നമ്മൾ PVC സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികളൊന്നും ഇല്ലാതെ ഓപ്പണായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്, ചെടികളൊന്നും ഇതിനകത്തേക്ക് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PVC കട്ട് ചെയ്തിട്ടത്. പിന്നെ ഇതിനകത്തേക്ക് മണി പ്ലാന്റ് കയറി വന്നു. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു വലിയ ഫ്ലോട്ടിംഗ് പ്ലാന്റ്, അതായത് നമ്മുടെ സാൽവീനി, അതിൻ്റെ ചെറിയ ഇലകളാണ് ഈ കാണുന്നത്. ആ മുരിങ്ങയില പോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് സാൽവീനിയാണ്, അത് അസോളയല്ല. ഈ കാണുന്നതാണ് അസോള. നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണിച്ചിരിക്കുന്നതാണ് അസോള. അത് നമ്മൾ കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ ഏകദേശം ഒരു 2-3 ദിവസം മുമ്പാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയ സമയത്ത് അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അസോള ഇതിനകത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു ടാങ്ക് നമ്മുടെ സൺഷെയ്ഡിൻ്റെ നേരെ താഴെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലൈറ്റ് അടിക്കുന്നുണ്ട്. ചില സമയത്ത് സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ഡയറക്റ്റും അടിക്കുന്നുണ്ട്. അത് ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, അസോളയുടെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പ്ലാറ്റുകളെ വളർത്തുന്നതുകൊണ്ട് വെള്ളത്തിന് ന്യൂട്രിയൻസ്, അതായത് നൈട്രേറ്റ്സും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നത്. എങ്കിലും അതിൻ്റെ ഇടഭാഗത്തൊക്കെ ചിലത് ഉണങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പേടി നമുക്കുണ്ടായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ pHും കാര്യങ്ങളൊക്കെ മോശമായി കഴിഞ്ഞാൽ സാൽവീനിയ എന്ന് പറയുന്ന ചെടി അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ചെടിയാണ്. അത് പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകില്ല. പക്ഷേ അസോള ചിലപ്പോൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, വാട്ടർ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ അസോളയുടെ ചില ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലതൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാണാമെങ്കിൽ ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കേടാകാതെ നിൽക്കുന്നതിന് കാരണം വെള്ളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഇത്തരത്തിൽ മീൻ ടാങ്കുകളിൽ അല്ലാതെ തന്നെ അസോള പല ആൾക്കാരും വളർത്തുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് എന്തെങ്കിലും വളം പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ചാണകവെള്ളമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു അസോള അതിലേക്ക് ഇറക്കി വിടുന്നത്. അപ്പോൾ അസോളയ്ക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ന്യൂട്രിയൻസ് ആ ഒരു വെള്ളത്തിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത് കേടായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ കാണുന്ന ടബിലാണ് നമ്മൾ ഒരു പോർഷൻ ഈ അസോള കൊണ്ടുവന്നിട്ടത്. ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മളിട്ട എല്ലാ അസോളയും കേടായി പോയിട്ടുണ്ട്. കേടായി പോകാന്ന് പറഞ്ഞാൽ ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ ചിലത് അവിടെ ഇവിടെയൊക്കെ പച്ച നിറത്തിൽ കാണാം. ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടീഷനായി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയത് ഉണ്ടായി വന്ന് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു ടബ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഫംഗസ് പോലത്തെ ഒരു സംഭവം ഈ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഗ്രേ കളറിൽ പാട പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വെള്ളം ഫുള്ളായിട്ട് കളയേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ ടബ് മൊത്തത്തിൽ ഉരച്ച് കഴുകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ന്യൂട്രിയൻസ് ഫുള്ള് പുറത്തേക്ക് പോയി. ഇതിനകത്ത് മീനുകൾ കിടക്കുന്നുണ്ട്. കൂലി ലോച്ച് എന്ന് പറഞ്ഞ മീനുകളാണ് കിടക്കുന്നത്. നമ്മൾ തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇതിനകത്ത് ഉണ്ടായിരുന്ന അസോള മൊത്തം കേടായി പോവുകയാണ് ചെയ്തത്, ഉണങ്ങി പോവുകയാണ് ചെയ്തത്. ചിലതൊക്കെ ഗ്രീനിഷ് കളറിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം വെള്ളത്തിൽ ന്യൂട്രിയൻസ് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ വെള്ളം മൊത്തത്തിൽ കളഞ്ഞതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം പോയി കാണും. പിന്നെ എന്നാൽ ഈ വെള്ളത്തിൽ നമ്മൾ ഈ മീനുകൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവം നൈട്രേറ്റ് ഫോമിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനുള്ളിലാണ് ഇപ്പോൾ ഇതൊക്കെ നശിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ അതിനകത്ത് നമ്മൾ ഇടുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം അസോള വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ സാൽവീനി ഇരിക്കുന്ന ഒരു ടബ്ബാണ്. തൊട്ടടുത്ത് ഒരു ചെറിയ ചട്ടിയിൽ വെള്ളം നിറച്ച് ഞാൻ കുറച്ച് അസോള വെറുതെ കൊണ്ടുവന്നിട്ടതാണ്. ഇവിടെ കണ്ടില്ല, ഈ ഒരു ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്താണ് കൊണ്ടുവച്ചത്. അവിടെ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ച് വെച്ച് കുറച്ച് അസോള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിനകത്തേക്ക് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ ഇതിനകത്തേക്ക് എന്തൊക്കെയോ വേസ്റ്റ് കാറ്റത്ത് വന്ന് പറന്ന് വീണിൻ്റെ അടിഭാഗത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ടെറസിന് അടിയിലിരിക്കുന്ന പ്രാവുകളൊക്കെ വന്ന് കുളിക്കുന്നത് ഈ വെള്ളത്തിലാണ്.
അല്ലാതെ ഇതിനകത്ത് നമ്മൾ വേറെ ന്യൂട്രിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് എന്തെങ്കിലും ഈ ഒരു ചെടിക്ക് വേണ്ട വളമായിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം ഗ്രോത്ത് കിട്ടുന്നുണ്ട്. 1-2 എണ്ണൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് വളർന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. നേരത്തെ കാണിച്ച ആ ഒരു കൂലി ലോച്ചിൻ്റെ ടബിൽ ചിലപ്പോൾ ന്യൂട്രിയൻസ് മാത്രമല്ല സൺലൈറ്റും ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടേക്ക് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇനി സൺലൈറ്റ് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് മൊത്തമായിട്ട് കരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും അത് ന്യൂട്രിയൻസിൻ്റെ അൺഅവൈലബിലിറ്റിയാണ്. അതായത് ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് നമ്മുടെ ഒരു നിഗമനം. ചിലപ്പോൾ സൺലൈറ്റും ബാധിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ചെടിച്ചട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ എഡ്ജിലാണ്. അതായത് അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ആ ഒരു പ്ലാറ്റി ടാങ്ക് സൺഷെയ്ഡിന് നേരെ താഴെയാണ്, അതും എഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ടബ് കുറച്ച് ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. ഇനി അത് ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേടായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ പറയുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡിന് കീഴിൽ ഇത് വളർത്തുന്നതാണ് നല്ലത് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടബിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ടബിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അസോള വളർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ന്യൂട്രിയൻസ് ഉള്ള ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അത് അസോള മാത്രമല്ല ഡക്ക് വീഡ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ന്യൂട്രിയൻസ് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ടാങ്കിലേക്ക് ഇറക്കി വിടുക. ഒന്നുകിൽ അതിനകത്ത് മീനുകൾ ഉണ്ടായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിനകത്തേക്ക് നമ്മൾ ചാണകവെള്ളം അല്ലെങ്കിൽ മറ്റ് വളം അത്തരത്തിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു അസോള ഇറക്കി വിടുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടാത്തത് സൺലൈറ്റിൻ്റെ ആ ഒരു കാര്യം മാത്രമാണ്. എന്തായാലും സൺലൈറ്റ് അത്യാവശ്യം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ ഗ്രോത്ത് നന്നായിട്ട് നടക്കുന്നത്. കൂലി ലോച്ചുകൾ കിടക്കുന്ന ആ ഒരു ടബിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഏത് ഫാക്ടറാണ് ബാധിച്ചിട്ടുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാരണം അത് വെള്ളത്തിലുള്ള ന്യൂട്രിയൻസ് ആണോ അതോ സൺലൈറ്റ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു പരിപാടി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ബ്രിക്സ് നമ്മൾ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിലോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഒരു ജസ്റ്റ് സിംഗിൾ ലെയർ വെച്ചിട്ട് അതിനകത്തേക്ക് ടാർപോളിൻ ഇറക്കിയിട്ട് ആ ഒരു ചെറിയ ഹൈറ്റിൽ തന്നെ വെള്ളം നിറച്ച് അതിലേക്ക് അസോളയും സാൽവീനിയും ഇറക്കി കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയ എന്തെങ്കിലും ഗപ്പിയോ പ്ലാറ്റിയോ പോലുള്ള മീനുകൾ ഇറക്കി വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അസോള അതിനകത്ത് സ്പ്രെഡായി വരാനായിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ സാൽവീനി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മീനുകൾക്ക് ചെറിയൊരു ഷെയ്ഡ് കിട്ടും. എന്നിട്ട് പതുക്കെ കുറച്ച് അസോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെള്ളം കുറച്ച് കണ്ടീഷനായി വരികയാണെന്നുണ്ടെങ്കിൽ സാൽവീനിക്ക് പ്രശ്നമൊന്നും പറ്റില്ല. കണ്ടീഷൻ ആകുന്നത് വരെ ചിലപ്പോൾ അസോള അതിനകത്ത് പ്രോപ്പറായിട്ട് വളരാൻ സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് ആ വെള്ളത്തിലൊന്ന് സെറ്റായി വരുന്നവരെ അസോള ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ച് കഴിയുമ്പോൾ അത് വളർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലാകുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് വളരുകയാണോ ചെയ്യുന്നത് അതോ നശിച്ചു പോകുകയാണോ ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സാൽവീനിയം ഈ അസോളയും കൂടി ആഡ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരത്തിലൊരു സെറ്റപ്പ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളത് ലൊക്കേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞ നല്ലൊരു സ്പേസ് നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടോ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗപ്പികളെയാണ്. ഗപ്പികളെ നമ്മൾ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ അടുത്ത് നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ഫുൾ റെഡ് ഗപ്പികളെ കണ്ടിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് അവരെ കാണാനായിട്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. അവരെ വാങ്ങാമെന്നാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലാറ്റികളെ പോലെ തന്നെ അവരും പ്രസവിക്കുന്ന മീനുകളായതുകൊണ്ട് നല്ല രീതിയിൽ ബ്രീഡായി കുഞ്ഞുങ്ങളെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജാവാഫൂൺ അക്വേറിയങ്ങളിലൊക്കെ പ്ലാറ്റികൾ ഇട്ടിട്ട് അവർ ബ്രീഡായിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പികളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയ അസോളയുടെ ഗ്രോത്ത് അപ്ഡേറ്റ്, അല്ലെങ്കിൽ അസോള വാങ്ങി നമ്മൾ ടാങ്കിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.